So in the previous class, we have seen what is different modules like the sys module and the OS module. Now we are moving on to files in Python. Okay. So when you're using Python for any application, desktop application ആവാം, web application അല്ലെങ്കിൽ ഒരു ആപ്പ് ഉണ്ടാക്കാനാവാം, എന്തിന് യൂസ് ചെയ്താലും you will be interacting with files. അപ്പോൾ ഈ ഫയൽസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് റീഡ് ചെയ്യുക, എങ്ങനെയാണ് റൈറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ. അപ്പോൾ ഫയലിനെ സംബന്ധിച്ചിടത്തോളം യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കീവേഡ് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ആ ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷന് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഫയൽ നെയിമും രണ്ട് മോഡ്. ഓക്കെ. അപ്പോൾ ഫയൽ നെയിം എന്ന് പറഞ്ഞാൽ ഏത് ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്, ഏത് ഫയലാണ് റീഡ് ആണോ റൈറ്റ് ആണോ എന്താണോ ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേര് വിത്ത് ഇറ്റ്സ് എക്സ്റ്റെൻഷൻ ഒരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ഫയൽ നെയിം പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഡബിൾ കോട്ട്സിൽ വേണം കൊടുക്കാനായിട്ട്. ആൻഡ് ദെൻ വി ഹാവ് ദ മോഡ്. മോഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പിൽ വേണം ഫയലിന് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് റീഡ് വേണോ, അപ്പെൻഡ് വേണോ, റൈറ്റ് വേണോ, ക്രിയേറ്റ് വേണോ, അങ്ങനെ 4 ഡിഫറെൻറ്റ് മോഡ്സ് ആണുള്ളത്. ഇപ്പോൾ റീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആ ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ഷോ എൻ എറർ. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ആ ഫയൽ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ സേ ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട്. ഇനി എപ്പെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫയലിൽ എപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദർ ഇസ് നോ സച്ച് ഫയൽ ഇപ്പം ഞാൻ പറയുന്ന ഫയൽ നെയിമിൽ ഒരു ഫയൽ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ന്യൂ ഫയൽ വിത്ത് ദാറ്റ് നെയിം. സിമിലർലി വിത്ത് റൈറ്റും അപ്പെൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ഉള്ള ഫയലിൻ്റെ ബാക്കിയായിട്ട് അപ്പെൻഡ് ചെയ്യാനാണ് ചെയ്യുക. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി റീപ്ലേസ് ചെയ്യും. ഇപ്പം ആ ഒരു ഫയലിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ റൈറ്റ് വെച്ചാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ കണ്ടന്റ് ആയിരിക്കും അതിൽ റൈറ്റ് ആവുന്നത്. അപ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്യും ഇഫ് ദ ഫയൽ എക്സിസ്റ്റ്. ഇനി ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ദെൻ വി ഹാവ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് എ സ്പെസിഫൈഡ് ഫയൽ ആൻഡ് ഇഫ് ദർ ഇസ് എ ഫയൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ദെൻ ഇറ്റ് വിൽ ഷോ എൻ എറർ. സെയിം ഫയൽ നെയിമിൽ രണ്ട് ഫയൽ പറ്റില്ല. സോ ഇറ്റ് വിൽ ഷോ എൻ എറർ. ഓക്കെ. So these are the 4 different modes. In addition, you can specify if the file should be handled as a binary or a text mode. Okay, but text mode എന്ന് പറഞ്ഞാൽ T എന്നും ബൈനറിക്ക് B എന്നും കൊടുക്കണം. ബൈ ഡിഫോൾട്ട് T ആണ്. അതുകൊണ്ട് ഈവൻ ഇഫ് യു ഡോണ്ട് സ്പെസിഫൈ ഇറ്റ്, അതായത് RT എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. സിംപ്ലി R എന്ന് സ്പെസിഫൈ ചെയ്താൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ഈസ് ഇൻ ടെക്സ്റ്റ് മോഡ്. The file has to be considered as a text file. So now we are going to run our program. So as I said, നമ്മൾക്ക് ഒരു ഫയൽ ഒബ്ജക്റ്റ് ആണ് ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒരു ഫയൽ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്കൊരു വേരിയബിൾ വേണം. അതാണ് ഈ എഫ് എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ പരാന്തസിസ് യു ആർ ഗിവിംഗ് ദ ഫയൽ നെയിം ആൻഡ് ദ മോഡ്. ഓക്കെ. അപ്പോൾ ഫയൽ നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ നെയിം ഓഫ് ദ ഫയൽ ദറ്റ് യു വോണ്ട് ടു മാനിപ്പുലേറ്റ്. അപ്പോൾ ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത് ഇഫ് ഇങ്ങനെ ഒരു ഫയൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളത് എനിക്ക് നോക്കണം. ഓക്കെ. സോ ഹിയർ ഐ ഡോണ്ട് സീ എ ടെക്സ്റ്റ് ഫയൽ നെയിം ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ ഇപ്പം ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് റൺ ചെയ്താൽ എന്ത് സംഭവിക്കും, അതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ. സോ ഐ എം റണ്ണിങ് ഇറ്റ്. ഇറ്റ് വിൽ സേ ഫയൽ നോട്ട് ഫൗണ്ട്. വൈ? ബിക്കോസ് ദർ ഇസ് നോ ടെക്സ്റ്റ് ഫയൽ ഓഫ് ദാറ്റ് നെയിം. So now what I'm going to do is I am going to create a file with that name in this particular location. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഈ പൈത്തൺ കോഡ് ഇരിക്കുന്നത് അവിടെ തന്നെയാണ് ഞാനിപ്പോൾ തൽക്കാലം ഈ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. So now I have created a test file and you can see this is simply a txt file with കുറച്ച് ലൈൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ now we'll go on and try to run this program. Okay. So now there is no error. Now I'm going to print f name. So f name എന്ന് പറഞ്ഞാൽ it will print the file name. So it is printing test.txt. Now I want to see the mode in which the file is open. So it is saying R. R means read mode. Read mode ലുള്ള ഒരു ഫയൽ ഞാൻ റൈറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ it will give me an error. So while you're using f
ഓപ്പൺ ഫങ്ഷൻ ഇങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഷുഡ് ഡെഫിനറ്റ്ലി ക്ലോസ് ഇറ്റ്. ഓക്കെ, എഫ് ഡോട്ട് ക്ലോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ കോഡും എഴുതുന്നത്. എഫ് ഓപ്പണിനും എഫ് ക്ലോസിൻ്റെയും ഉള്ളിലാണ് നമ്മൾ എല്ലാ കോഡും എഴുതേണ്ടത്, അതായത് ഫയൽ മാനിപ്പുലേഷൻ ചെയ്യേണ്ടത്. എഫ് ക്ലോസ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് മെമ്മറി ലീക്സ് വരും. ഓക്കെ, മെമ്മറി ലീക്ക് വരുന്നത് എങ്ങനെയാണ്? അതായത് ഞാനൊരു ഫയല് തുറന്നു വെച്ചു, അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മാക്സിമം ഇത്ര ഫയൽ പോയിന്റേഴ്സ് ഒരു സമയം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. ആ ഒരു ലിമിറ്റ് അത് ക്രോസ് ചെയ്ത് പോകും. അങ്ങനെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കമ്പ്യൂട്ടറിന് സ്റ്റക്ക് ആവാനും അങ്ങനത്തെ പല കാര്യങ്ങൾക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ യു ഹാവ് ടു ക്ലോസ് ഇറ്റ്. ഓക്കെ, പൈത്തണിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട് വേർ യു ക്യാൻ സിംപ്ലി ഓപ്പൺ ഇറ്റ് ആൻഡ് ദ കമ്പ്യൂട്ടർ വിൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ഇറ്റ്. അപ്പോൾ അത് വേറൊരു ഫംഗ്ഷനാണ്, ഒരു കണ്ടന്റ് മാനേജർ എന്ന് പറഞ്ഞൊരു ഒരു ടൈപ്പ് ഓഫ് രീതിയിൽ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് വിത്ത് ദിസ് ഫോർമാറ്റ് വേർ യു ഓപ്പൺ ആൻഡ് ക്ലോസ് എ ഫയൽ. സോ ഇവിടെ നമ്മൾ എഫ് നെയിം അതുപോലെ എഫ് മോഡ് പ്രിന്റ് ചെയ്തു. നൗ ഐ എം ഗോയിങ് ടു പ്രിന്റ് ദ കണ്ടൻസ് ഓഫ് ദിസ് ഫയൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടൻസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേര് റീഡ് എന്നാണ്. ഓക്കെ, എഫ് ഡോട്ട് റീഡ്. അപ്പം ഞാനൊരു ഒരു ഫയല് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഫയലിനെ ഞാൻ റെഫർ ചെയ്യുന്നത് ഈ ഒരു ഫയൽ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. അപ്പം ഇവിടെ നോക്കുക, എഫ് ഡോട്ട് നെയിം, എഫ് ഡോട്ട് മോഡ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ എഫ് ഡോട്ട് റീഡ്. ഓക്കെ, അപ്പോൾ എഫ് ഡോട്ട് റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയലിലുള്ള എല്ലാ കണ്ടൻസും റീഡ് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വേരിയബിളിൽ വെക്കും. എന്നിട്ട് ഞാനത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. സോ ഹിയർ യു കെൻ സീ ദ ഹോൾ കണ്ടന്റ് ഓഫ് ദ ടെക്സ്റ്റ് ഫയൽ ഇസ് ബീൻ പ്രിന്റഡ്. എനിക്കിങ്ങനെ എല്ലാതും കൂടി ഒരുമിച്ച് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, ഒരു വലിയ ഫയലാണെങ്കിൽ അതിൻ്റെ എല്ലാ കണ്ടൻസും ഒറ്റയടിക്ക് റീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വി ഹാവ് അനദർ ഫംഗ്ഷൻ ദാറ്റ് ഇസ് കോൾഡ് റീഡ് ലൈൻ. നൗ ലെറ്റ്സ് സീ വാട്ട് ഇസ് റീഡ് ലൈൻ ഡു. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ്? ഇറ്റ് ഈസ് ഓൺലി പ്രിന്റിംഗ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ ടെക്സ്റ്റ് ഫയൽ. അപ്പോൾ ആദ്യത്തെ ലൈൻ മാത്രമാണ് പ്രിന്റ് ആവുന്നത്. ഇനി ഞാൻ വീണ്ടും റീഡ് ലൈൻ വിളിക്കുകയാണെങ്കിൽ, ഇഫ് ഐ എം കോളിംഗ് ദ ഫംഗ്ഷൻ റീഡ് ലൈൻ അഗൈൻ, ഇറ്റ് വിൽ പ്രിന്റ് ദ സെക്കൻഡ് ലൈൻ. ഓക്കെ, അപ്പം എവിടെയാണോ ഇത് ഫസ്റ്റ് റീഡ് ലൈൻ വിളിച്ചപ്പോൾ എവിടെയാണോ ഇത് റീഡ് ചെയ്ത് പോയി നിൽക്കുന്ന പോയിന്റർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നെക്സ്റ്റ് ലൈനാണ്, ഫസ്റ്റ് ലൈനാണ് അത് വീണ്ടും വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഡോട്ട് റീഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ ഫസ്റ്റ് ലൈൻ വായിക്കുക എന്നുള്ളതല്ല. ആദ്യം നമ്മൾ വിളിക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ വായിക്കും, അത് കഴിഞ്ഞിട്ട് എവിടെയാണോ ആ പോയിന്റർ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ വായിക്കും. ഓക്കെ, ഇനി ഞാൻ ഒരു തവണയും കൂടിയും വിളിച്ചാൽ എന്ത് പ്രിന്റ് ആവും? തേർഡ് ലൈൻ പ്രിന്റ് ആവും. ഇനി അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫയലിൽ ശരിക്കും ഇങ്ങനെ ഒരു സ്പേസ് ഇല്ല അല്ലേ? അതെന്താ കാരണം? നമുക്ക് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ന്യൂ ലൈനിലാണ് വരിക അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പേസ് ഇത് നമ്മളുള്ള വന്നിരിക്കുന്നത്. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യു ക്യാൻ സിംപ്ലി ഗിവ് ലൈക്ക് എൻഡ് ഈക്വൽ ടു ഒരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഹൗ എങ്ങനെയാണോ ടെക്സ്റ്റ് ഫയലിലുള്ള അതുപോലെ ഇത് പ്രിന്റ് ആവും. ഇനി റീഡ് ലൈനിൽ തന്നെ ഞാനൊരു പാരാമീറ്റർ കൊടുക്കുന്നുണ്ട് 5 എന്ന് പറഞ്ഞിട്ട്. അതായത് എനിക്ക് 5 ക്യാരക്ടേഴ്സ് മാത്രം വായിച്ചാൽ മതി. ഇഫ് ഐ ഗിവ് 10 then 10 ക്യാരക്ടേഴ്സ് വിൽ ബി റെഡ്. അപ്പോൾ റീഡ് ലൈന് കണ്ടു, റീഡ് കണ്ടു. റീഡ് എങ്ങനെയായിരുന്നു? ആ കണ്ടൻസ് മൊത്തത്തിൽ റീഡ് ചെയ്യുന്നത്. റീഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഓരോ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് എങ്ങനെയാക്കാം? ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആക്കാം. ഇതല്ലാതെ we have something called read lines. Okay, this will return a list. Okay, ഒരു ലിസ്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് ഈച്ച് ലൈൻ ഒരു സ്ലാഷൻ വരുന്ന എല്ലാതും അത് സെപ്പറേറ്റ് ചെയ്യും. സ്ലാഷൻ വരുന്നത് ഓരോന്നും ഓരോ എലമെന്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഹായ് ഹലോ വെൽക്കം ടു പൈത്തൺ ഫയൽസ് എന്ന് പറയുന്ന ആദ്യത്തെ ലൈനാണ് ഈ ലിസ്റ്റിന്റെ ആദ്യത്തെ എലമെന്റ്. രണ്ടാമത്തെ ലൈൻ, ദിസ് ഇസ് ദ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നതാണ് ഈ ലിസ്റ്റിലത്തെ രണ്ടാമത്തെ എലിമെന്റ്. സോ ദിസ് ഇസ് എ ലിസ്റ്റ്. ഇറ്റ് വിൽ റിട്ടേൺ എ ലിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ നെക്സ്റ്റ് ലൈൻ. ഓക്കെ, അപ്പം അതാണ് റീഡ് ലൈൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. Now other than this I can use
ഫോർ ലൂപ്പ്, അതായത് എനിക്ക് ഫയലിലൂടെ ലൂപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. Okay, let's see that. So here what I'm doing is for line in f. f എന്ന് പറഞ്ഞ ഫയൽ ഒബ്ജക്റ്റിലെ ആദ്യത്തെ ലൈൻ എവിടെ വരും? ഈ ലൈൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ വരും. എന്നിട്ട് അത് ഞാൻ പ്രിന്റ് ചെയ്യാണ്. ആൻഡ് ഐ ഹവ് ഗിവൺ എൻഡ് ഇസ് ഇക്വൽ ടു സ്പേസ്. സോ വാട്ട് ഹാപ്പൻസ്, ഇത് സ്പേസ് ഇല്ലാണ്ട് വരും. ഇവിടെ എൻഡ് ഈക്വൽ ടു കൊടുത്തില്ലെങ്കിൽ എന്താണ്, ഇത് തമ്മിലൊരു ഒരു ഒരു ലൈനും കൂടി സ്പേസ് വരും. അതാണ് വ്യത്യാസം. അപ്പം ഇവിടെ എന്താ ചെയ്യണേ, ഫോർ ലൈൻ ഇൻ എഫ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഫയൽ ഒബ്ജക്റ്റിലെ ആദ്യത്തെ ലൈന് ഈ വേരിയബിളിലോട്ട് വരും, അത് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അഗെയിൻ എഫിലെ നെക്സ്റ്റ് ലൈൻ എവിടെ വരും, ഇവിടെ വരും, ഈ വേരിയബിളിൽ വരും, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യും. അങ്ങനെ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. അപ്പം ഇത് തന്നെയാണ് നമ്മൾ സാധാരണ റീഡ് വെച്ച് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കൺട്രോൾ ഉണ്ട്. ഇഫ് യു വോണ്ട് ടു ചേഞ്ച് യു ക്യാൻ ചേഞ്ച്. ഇനി other than that you can use, let's see what happens with this. ഇപ്പോൾ റീഡിൻ്റെ ഉള്ളിൽ ഞാനൊരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട് 10 എന്ന് പറഞ്ഞിട്ട്. സോ എന്താ ഉണ്ടാവണേ, ആദ്യത്തെ 10 ക്യാരക്ടേഴ്സ് ആണ് ആദ്യം റീഡ് ആവുന്നത്. പിന്നെ വീണ്ടും ഞാൻ എഫ് റീഡ് വിളിക്കുമ്പോൾ അടുത്ത 10 ക്യാരക്ടേഴ്സ് റീഡ് ആവും. ഇനി ഇതിൽ ഞാൻ റീഡ് സൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ 10 ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഓക്കെ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അപ്പം എന്താണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ റീഡ് സൈസ് എന്ന് പറയുന്നത് 10 എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് കണ്ടന്റ് ഇസ് ഇക്വൽ ടു എഫ് ഡോട്ട് റീഡ് 10. അപ്പം ആദ്യം വരുന്ന കണ്ടന്റ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ആദ്യം വരുന്നത് ആദ്യത്തെ 10 ക്യാരക്ടറാണ്. ഓക്കെ, റീഡിൽ 10 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആദ്യത്തെ 10 ക്യാരക്ടർ റീഡ് ചെയ്യും, എന്നിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട്, കണ്ടന്റ്സിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ പറയണേ, വൈൽ ലെൻ ഓഫ് കണ്ടന്റ്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അതായത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനൊരു ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ, ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 10 ക്യാരക്ടർ റീഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും, 10 ആയിരിക്കും, വിച്ച് ഈസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോകും, ഈ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യാൻ പോകും. എന്താണ് റൺ ചെയ്യുന്നത്, പ്രിന്റ് കണ്ടന്റ്സ്, എൻഡ് എന്താ കൊടുത്തിരിക്കുന്നത്, ഹാഷ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ 10 പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു ഹാഷ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ് സി. അപ്പോൾ ഹായ് ഹലോ കഴിഞ്ഞിട്ട് ഐ ഹാവ് എ ഹാഷ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, നെക്സ്റ്റ് ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, കണ്ടന്റ്സ് ഇസ് ഇക്വൽ ടു എഫ് ഡോട്ട് റീഡ് സൈസ്. അപ്പോൾ അടുത്ത 10 ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് എവിടെ വെച്ചു, കണ്ടന്റ്സിൽ വെച്ചു. എന്നിട്ട് ഈ വൈൽ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അടുത്ത 10 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തു, അതിൻ്റെ ലെങ്ത് നോക്കുമ്പോൾ അതും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ദ കണ്ടീഷൻ ഇസ് ട്രൂ. അഗെയിൻ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ആ നെക്സ്റ്റ് 10 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ടൊരു ഹാഷ് പ്രിന്റ് ചെയ്യും. ലെറ്റ്സ് സി. ആൻഡ് സോ യു ക്യാൻ സി ഹിയർ നെക്സ്റ്റ് 10 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്തു ആൻഡ് ദർ ഇസ് എ ഹാഷ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എവിടെ വരെ കണ്ടിന്യൂ ചെയ്യും, ഫയൽ എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് 10 ക്യാരക്ടേഴ്സ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടന്റ്സ് ഇക്വൽ ടു എഫ് ഡോട്ട് റീഡ് സൈസ് എത്രയാണ്, 10 തന്നെ. റീഡ് സൈസിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അടുത്ത 10 ക്യാരക്ടർ റീഡ് ചെയ്തു, കണ്ടന്റ്സിൽ വെച്ചു. അപ്പോൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് 10 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്തു, ഹാഷ് പ്രിന്റ് ചെയ്തു. വീണ്ടും ദിസ് ലൂപ്പ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ ഫയൽ എൻഡ്. ഓക്കെ, അപ്പം ഈ 6th ലൈൻ കഴിഞ്ഞിട്ട് പിന്നെ കണ്ടന്റ്സ് റീഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും തന്നെ ഇല്ല അല്ലേ. ഇപ്പോൾ 6th ലൈൻ കഴിഞ്ഞ് ഈ ഹാഷും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് കണ്ടന്റ് റീഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കണ്ടന്റ്സിൽ വാല്യൂ ഒന്നും വരില്ല. അപ്പോൾ ലെങ്ത് ഓഫ് കണ്ടന്റ്സ് എന്ത് സംഭവിക്കും, വിൽ ബി ഈക്വൽ ടു 0. ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പോൾ നമ്മുടെ വൈൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എവിടെ വരെ പ്രിന്റ് ചെയ്യും, ദ ഹോൾ ഫയൽ പ്രിന്റ് ആവും. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് കണ്ടന്റ്സ് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വേറൊരു ഫംഗ്ഷനാണ് എഫ് ഡോട്ട് ടെല്ല്. അപ്പം ടെല്ല് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, എവിടെയാണ് നമ്മുടെ ഫയലിൻ്റെ പോയിന്റർ നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് എഫ് ഡോട്ട് ടെൽ. അതായത് ഇപ്പം ഞാൻ റീഡ് സൈസ് 10 കൊടുത്തു, എഫ് ഡോട്ട് റീഡ് സൈസ് അതായത് 10.
എഫ് ഡോട്ട് റീഡ് 10. അപ്പോൾ ആദ്യത്തെ 10 ക്യാരക്ടർ കണ്ടന്റിൽ എടുത്തു വെച്ചു. അപ്പോൾ ഈ എൻ്റെ ഇപ്പോഴത്തെ ഫംഗ്ഷൻ്റെ പോയിന്റർ എവിടെയായിരിക്കും നിൽക്കുന്നത്? 10 ക്യാരക്ടർ കഴിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ? അപ്പോൾ എഫ് ഡോട്ട് ടെൽ എന്ന് പറയുമ്പോൾ 10 എന്നാണ് പ്രിന്റ് ചെയ്യുക. എന്ന് വെച്ചാൽ 10ാമത്തെ ക്യാരക്ടറിലാണ് വന്ന് നിൽക്കുന്നത് എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇഫ് ഐ എം ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചത്? ഞാൻ കണ്ടൻസുകളുടെ എഫ് ഡോട്ട് റീഡ് സൈസ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ 10 ക്യാരക്ടർ റീഡ് ചെയ്ത് കണ്ടൻസിൽ വെച്ചു. പിന്നെ വീണ്ടും അത് എന്നെ വിളിച്ചപ്പോൾ അടുത്ത 10 ക്യാരക്ടർ എടുത്ത് വെച്ചു. അപ്പോൾ ഇപ്പോൾ എഫ് ടെല്ല്, അതായത് ഫംഗ്ഷൻ്റെ ഫയലിൻ്റെ പോയിന്റർ എവിടെയാണ് നിൽക്കുന്നത്? 20 ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ കറൻ്റ്ലി പോയിന്റർ നിൽക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് എഫ് ടെൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, now moving on, we are going to see something called fseek. അപ്പോൾ fseek എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. fseek എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ റീഡ് സൈസ് ഞാൻ 9 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഫ് റീഡ് സൈസ്, അപ്പം ആദ്യത്തെ 9 ക്യാരക്ടേഴ്സ് ഇപ്പോൾ എവിടെയുണ്ട്? കണ്ടന്റിലുണ്ട്. എന്നിട്ട് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ 9 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ 9 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാണ് എഫ് ഈക്വൽ ടു 20. ഓക്കെ, അതായത് ഇപ്പോൾ ഫംഗ്ഷൻ്റെ പോയിന്റർ എവിടെ നിൽക്കുന്നത്? 10ാമത്തെ ക്യാരക്ടറിലാണ് നിൽക്കുന്നത്. സോറി, 9th ക്യാരക്ടറിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഫംഗ്ഷൻ പോയിന്ററിനെ 20th ക്യാരക്ടറിലോട്ട് നീക്കി വയ്ക്കാൻ പറയും. അതായത് ആ ഫംഗ്ഷൻ പോയിന്ററിനെ ഞാൻ മൂവ് ചെയ്യാണ്, 20th ക്യാരക്ടറിലോട്ട് മൂവ് ചെയ്യാണ്. എന്നിട്ട് ഇനി അവിടെ നിന്ന് റീഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ നിന്ന് നെക്സ്റ്റ് 9 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ എഫ് സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷൻ, ഒരു ഫയലിൻ്റെ പോയിന്ററിനെ ഇപ്പം ഉള്ള പൊസിഷനിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ടാണ് എഫ് സീക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഹായ് ഹലോ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 20th ക്യാരക്ടറിൽ പോയിട്ട് അവിടെ നിന്ന് 9 ക്യാരക്ടേഴ്സ് ആണ് ഈ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇടയ്ക്കുള്ള ക്യാരക്ടേഴ്സ് ഞാൻ അവോയ്ഡ് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ ഫയലിൻ്റെ ഫയൽ പോയിന്റർ നീക്കാൻ വേണ്ടിയിട്ടാണ് എഫ് സീക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫയൽ റീഡ് ചെയ്യാനും അതിലെ പല ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നമ്മൾ കണ്ടു. റീഡ് ലൈൻസ്, എഫ് ടെല്ല്, എഫ് സീക്ക്, റീഡ്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ കണ്ടു. നൗ വി ആർ മൂവിങ് ഓൺ ടു ഫങ്ഷൻ റൈറ്റ്. ഓക്കെ, അപ്പം റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ അത് ഒരെണ്ണം പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ test1.txt, w, അതായത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് test1.txt എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ദർ ഇസ് നോ test1.txt. അപ്പോൾ അങ്ങനെ ഒരു ഫയലേ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണം? നമ്മൾ ആ ഫംഗ്ഷൻ ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാൻ പോവാണ്. സോ ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കാണാനില്ല, പക്ഷേ വി ക്യാൻ ഗോ ബാക്ക് ആൻഡ് ചെക്ക് ഇഫ് ദ ഫയൽ ഇസ് ദെയർ ഓർ നോട്ട്. സോ നൗ യു ക്യാൻ സീ ദർ ഇസ് എ ഫയൽ test1 എന്ന് പറയുന്ന ഒരു txt ഫയൽ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, സോ ഗോയിങ് ബാക്ക്, so it has created a new file if there is no such file. ഇനി ഞാനിവിടെ എഫ് റൈറ്റ് റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഐ ഹാവ് ഗിവൺ എ എഫ് ഡോട്ട് റൈറ്റ് വിത്ത് എ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫയലിലോട്ട് ഇത് എഴുതാണ് ചെയ്യുക. ഓക്കെ, വിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക്. സോ ആ സ്ട്രിങ് ഇവിടെ റിട്ടേൺ ആണ്. ഇനി ഞാനിത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത ഒരെണ്ണം റൺ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ എഫ് ഡോട്ട് റൈറ്റ്, ദിസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ലൈനാണ് ഞാൻ റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അഗൈൻ നൗ വാട്ട് ഹാപ്പൻഡ്? ഇതാണ് റൈറ്റിൻ്റെ പ്രത്യേകത. അതായത് മുമ്പുണ്ടായിരുന്ന ലൈനെ ഓവർ റൈറ്റ് ചെയ്തു അല്ലേ? അത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വന്നു. ഓക്കെ, ഇതാണ് നമ്മൾ റൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ,
We'll again try with another. ഞാൻ again ഇതിനെ കമന്റ് ചെയ്തിട്ട് if I'm just running f dot write, this is a new file. Okay, അടുത്ത സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് വേണം, ദിസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാറിയിട്ട് എന്ത് വരണം, ദിസ് ഇസ് എ ന്യൂ ഫയൽ അവിടെ റിട്ടേൺ ആയിരിക്കണം. നമുക്കൊന്ന് പോയി നോക്കാം. സോ ഹിയർ എന്തായി, അതിനെ റീപ്ലേസ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് റൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഓവർ റൈറ്റ് ആണ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എപ്പൻഡ് എന്ന് പറഞ്ഞ മോഡിൽ അത് ഓപ്പൺ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരെണ്ണത്തിൻ്റെ കൂടെ അത് വരുള്ളൂ. ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ അതിൻ്റെ കൂടെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഫയൽ പോയിന്റർ എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പ്രിന്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് അറ്റ് 15, അതായത് ദിസ് ഇസ് എ ന്യൂ ഫയൽ കഴിഞ്ഞ് 15th ക്യാരക്ടറിലാണ് എൻ്റെ പോയിന്റർ നിൽക്കുന്നത്. ഇപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്, ദിസ് ഇസ് എ ന്യൂ ഫയൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉള്ളത്. അതിൽ 15th പൊസിഷനിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേ. അതിനെ എങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു, 5th പൊസിഷനിലോട്ട് മാറ്റാൻ പറഞ്ഞു. 5th പൊസിഷനിലോട്ട് നിന്ന് എന്ത് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്, ദിസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ദാറ്റ്. സോ ഹിയർ യു ക്യാൻ സീ ആഫ്റ്റർ ദ 5th ക്യാരക്ടർ പിന്നെ ബാക്കിയുള്ളത് ആ എഫ് റൈറ്റിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ F10 FC ഒക്കെ നമുക്ക് റൈറ്റിലും യൂസ് ചെയ്യാം. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുന്നത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, ഇനി അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് വൺ. സോ ദിസ് ഈസ് ഓൾ we have to know about manipulation of file using reading and writing into file എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.